ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകാൻ അറിയിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപായി പോലീസ് എത്തിയത് ഇവിടെ ഉണ്ടോ എന്ന സംശയത്തിലാണോ? ഒന്നുമല്ല, അദ്ദേഹം വേറെ ചില പാർട്ടിയുടെ ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതല്ലേ. ഇപ്പോൾ അരുൺകുമാർ പോലീസിന് അടുത്തേക്ക് പോകാമെന്ന് തോന്നുന്നു. അവർ നേതാക്കളുമായി സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ ആവശ്യം എന്ന് നമുക്കറിയാം. പ്രതിഷേധം നടത്താൻ പാടില്ല, അവിടെ പ്രകടനം നടത്താൻ പാടില്ല എന്നത് മാത്രമാണോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഷോൺ ജോർജും BJPയുടെ പ്രാദേശിക നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാർ രണ്ടുപേരും സ്ഥലത്തുണ്ട്. BJPയുടെ കുറച്ച് പ്രവർത്തകരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. മതവിദ്വേഷ പ്രസംഗം നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് BJPക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ പിന്തുണ നൽകാനും കഴിയില്ല. BJP സംസ്ഥാന നേതൃത്വം ആ അർത്ഥത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നില്ല PC ജോർജിന്. അത് PC ജോർജ് തന്നെ PC ജോർജിൽ അതിൽ അതൃപ്തിയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ആവശ്യം PC ജോർജ് എത്രയും പെട്ടെന്ന് കോടതിയിലെത്തി കീഴടങ്ങുക എന്നതാണ്. 2 ദിവസമായി PC ജോർജ് ഒളിവിൽ തന്നെയായിരുന്നു. തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം ഹാജരാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത് അറിയിച്ചിരുന്നത്. ഇപ്പോൾ BJPയുടെ ജില്ലാ നേതാക്കളുണ്ട്, ഷോൺ ജോർജ് ഉണ്ട്, BJP ജില്ലാ ഭാരവാഹികളുമുണ്ട്. എന്താണ് അവരുടെ പ്രതികരണം എന്ന് നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്. അല്ല, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി PC ജോർജിന്റെ പിന്തുണയാണ്. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ്. പോലീസിന്റെ അനുമതി മേടിച്ചിട്ടല്ല ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അല്ല, അദ്ദേഹം ഹാജരാകും. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഹാജരാകും. പോലീസ് പ്രകോപനം സൃഷ്ടിക്കുക അത് നമുക്കറിയില്ല. അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടും BJP ആലോചിച്ചിട്ടില്ല. പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിന്റെ സംശയം തീർക്കലല്ലോ നമ്മുടെ പണി. അവരൊക്കെ സംശയങ്ങളുണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി PC ജോർജ് ഈ വിഷയത്തിൽ PC ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ PC ജോർജിനെതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം PC ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒളിവിലൊന്നുമല്ലല്ലോ. എവിടെ ഒളിവിൽ? ആരാ പറഞ്ഞ ഒളിവിലെന്ന്? 2 ദിവസമായി PC ജോർജ് എവിടെയെന്ന് ഒരു വ്യക്തതയുമില്ല. അല്ല, അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. PC ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പം പറയാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതായത് PC ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ PC ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള PC ജോർജിന് നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അത് ആലോചിച്ചിട്ട് പറയാം. ഇല്ല, BJP പ്രകടനം അല്ല, അത് നിശ്ചയിച്ചിട്ടില്ല. BJP ഇപ്പോൾ മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ വരും. പോലീസ് എത്ര വേണം വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഏതർത്ഥത്തിലും എടുക്കാം. പരാമർശത്തിലല്ല. PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിൻ്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി അല്ലല്ലോ ഇങ്ങനെ ഒരു പരാമർശം. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിഷയത്തെ പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടിയെടുത്തു? അവലും മലരും കുന്തിരിക്കും കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. PC ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ PC ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി പറ. ഹമാസിൻ്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടിയെടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? അല്ല, കോടതിയുടെ പരാമർശം ഞാനൊന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും ഒരുപോലെയാണ്. 2 ജില്ലാ പ്രസിഡന്റുമാരുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്.
ഇന്ന് തന്നെ അദ്ദേഹം കീഴടങ്ങും. ഹാജരാകും. കീഴടങ്ങുന്നൊരു വാക്ക് ഉപയോഗിക്കാൻ എന്തായാലും അദ്ദേഹം തയ്യാറല്ല. ഹാജരാകും എന്നാണ്. ഹാജരാകാനാണ് പോകുന്നത്. പി സി ജോർജ് ഹാജരാകാൻ പോവാണ്. ഇപ്പോൾ പി സി ജോർജ് എവിടെയാ ഉള്ളതെന്ന് ചോദിക്കും അഞ്ജന. ഇവിടെ കാണുന്നില്ല. പറയാം. ഇപ്പോൾ എവിടെയുള്ള എന്നതിൽ എന്തെങ്കിലും വ്യക്തത വരുത്താമോ? അല്ല, ഞങ്ങളിവിടെ ഞാനിപ്പോ 2 ദിവസമായി എവിടെയെന്ന് അറിയില്ല. ഞാൻ സാധാരണ ഞങ്ങൾ വീട്ടിൽ ഒരു ഉമ്മറത്തിരിക്കാറ്. ഞങ്ങൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ബി ജെ പി നേതാക്കന്മാരോട് ചോദിക്കാൻ വെച്ചിട്ട് എവിടെയാണെന്ന്. ഞാനിവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ അതിന്റെ അകത്തേക്ക് കയറിക്കോട്ടെ. അപ്പൊ വീട്ടിലുണ്ടെന്നാണോ? ഞാനൊന്ന് അകത്ത് കയറട്ടെ, ചോദിക്കട്ടെ. ബി ജെ പിയുടെ നേതാക്കൾ പോലും അറിയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേതാക്കളും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് അഞ്ജന. നേതാക്കന്മാർക്കും അറിയില്ല പി സി ജോർജ് എവിടെയാണെന്നല്ലേ? അതെ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഒളിവിലല്ല, എവിടെ എന്നത് ഒരു സസ്പെൻസ്. എന്നാൽ എവിടെയാണോ എന്ന് ചോദിച്ചതിന് അത് അറിയുകയുമില്ല. എവിടെയാണ് എന്നറിയാത്തതിനെയാണല്ലോ നമ്മൾ ഒളിവിലാണ് എന്ന് പറയുക. പി സി ജോർജ് എന്തായാലും ഒളിവിലാണ്. പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് ഭയന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇന്നത്തെ ദിവസം 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എവിടെയാണ് പി സി ജോർജ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വീട്ടിൽ തന്നെ പി സി ജോർജ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പി സി ജോർജിനെ വീട്ടിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഈ പരാമർശത്തെ ബി ജെ പി പിന്തുണയ്ക്കുന്നില്ല, 1. 2, നിലവിൽ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ബി ജെ പി പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വന്നത് ബി ജെ പി നേതാവിനെ പോലീസ് വേട്ടയാടുന്നു എന്ന നിലയിൽ മാത്രമാണ്. അവിടെ പ്രകടനമോ പ്രതിഷേധമോ ഒന്നും ഉണ്ടാവില്ല, അല്ലേ അഞ്ജന? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. പ്രതിഷേധങ്ങളൊന്നും തന്നെ പാടില്ല എന്ന നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പോലീസ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് തന്നെ ഹാജരാകുമെന്ന് BJP-യിലെ നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഹാജരാകുമെന്നത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എവിടെ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം സ്വസ്ഥമായി ഇരിക്കട്ടെ എന്നതാണ് BJP-യുടെ ഉയർന്ന നേതാക്കൾ അടക്കമുള്ളവർ. ഇനിയുള്ളത് സമയങ്ങൾ നിർണായകമാണ്. പി സി ജോർജ് എവിടെ എന്ന് ആർക്കും അറിയില്ല. പി സി ജോർജ് പക്ഷേ കൃത്യം 10 മണിക്ക് ഈരാറ്റുപേട്ടയിൽ എത്തും, സ്റ്റേഷനിൽ എത്തുമെന്ന് അറിയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമോ, പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്.